അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാം. പാലൊന്ന് ചൂടാക്കി എടുക്കാം. പാല് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ പാലൊന്ന് ചൂടായിട്ടുണ്ട്. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായ മാത്രം മതി. ഈ ചൂടായ പാലിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ചൂടായ പാലിൽ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചൂടാവാത്ത പാലാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പോലെ കിടക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാല് കുറച്ചും കൂടെ കട്ടിയാവും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പൊ പാൽപ്പൊടി പാലുമായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളയ്ക്കണം. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ പാൽ ഇതാ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്ക അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം എടുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പൊ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. വീണ്ടും ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ആയി കിട്ടണം. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. സാധാരണ ആ പാത്രമാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവണം. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പൊ കണ്ടില്ല, ചെറിയ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായി വരണം. നല്ലൊരു ഗോൾഡൻ നിറം ആയാൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം ആവാൻ നിൽക്കരുത്. എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതുപോലെ ആവുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാറി നിന്ന് ഒഴിക്കോ, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. ഈ ചെറിയ കട്ടകൾ പോലെ കിടക്കും, അതെല്ലാം ഒന്ന് മെൽറ്റ് ആയി കിട്ടും. ഇപ്പൊ എല്ലാം എന്താ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മറ്റൊരു സ്റ്റൗവിൽ വെക്കാം. പാല് ചൂടായിക്കൊണ്ട് തന്നെ ഇരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 10 ഗ്രാമിലുള്ള ചൈന ഗ്രാസിന്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് പാല് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. അപ്പൊ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നത് കുഴപ്പമില്ല. പാലില് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആയിക്കോളും. ഇതിന്റെ ചൂടും ചൈന ഗ്രാസിന്റെ ചൂടും ഒരേ അളവിലായിരിക്കണം. അപ്പൊ രണ്ടും ഒരേ ചൂടല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകും. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ഈ പാലിലേക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്തൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് റെഡി ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് മധുരമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ്, നല്ല ഒരു മണവുമാണ്. നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചേരുവല്ലേ ഉള്ളൂ. അതിൽ പഞ്ചസാരയും ചൈന ഗ്രാസും മാത്രമേ ഉള്ളൂ. 3 ചേരുവ കൊണ്ട് പെട്ടെന്ന് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒക്കെ ഉണ്ട്. അതൊന്ന് അതുപോലെ ഒന്ന് മെൽറ്റായി വരണം. പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. കട്ടകളെല്ലാം മാറി കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത് ഒരു പാത്രത്തിലേക്ക്. ഇനി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. നമ്മൾ ഗ്ലാസിന്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്യൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നെയ്യൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരിപ്പേ കൂടി ഇതൊന്ന് അരിച്ചൊഴിക്കാം. എന്തെങ്കിലും ഏലക്കയുടെ തരികളോ അനാഗ്രാസിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളോ ഉണ്ടെങ്കിൽ മാറി കിട്ടും. എയർ ബബിൾസ് ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പതകളുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ കോരി മാറ്റാം. കോരി മാറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല അതിന്റെ തൊലിയോട് കൂടിയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ഇടികല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്
ഇടികൾ വെച്ച് ഒന്ന് ചവച്ചെടുത്താൽ മതിയാവും. ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ തൊലിയും കൂടെ ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇത് കാണാൻ ഒരു ഭംഗിയായിരിക്കും, കുറച്ചും കൂടെ ടേസ്റ്റും ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഇടക്കടല ഒന്ന് വിതറിയിട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 5-6 മണിക്കൂർ നമുക്ക് ചൂട് മാറണം. എന്നാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. സെറ്റായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പൊ നമ്മുടെ കാരമൽ പുഡിങ് ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. നല്ല അടിപൊളിയായിട്ട് അതാ കിട്ടിയിട്ടുണ്ട്. അതേ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാരമൽ പുഡിങ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെതിരായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. സാധാരണ കോഫി പൗഡർ അല്ല, ഇൻസ്റ്റന്റ് കോഫി പൗഡർ തന്നെ എടുക്കാം. ബ്രൂ പോലത്തെ ഏതെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാം. അതുപോലെ തന്നെ അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 3 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കോഫി പൗഡറിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് അളവ് കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പളവിന്റെ പകുതി കപ്പളവാണ് 1/2 കപ്പ്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവില് 1/2 ഗ്ലാസ് കോൺഫ്ലോർ അളന്നെടുക്കുക. കോൺഫ്ലോർ കുത്തി നിറച്ചെടുക്കരുത്, ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആദ്യമേ നമ്മൾ വെള്ളം ഒരുമിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ ഫുള്ളായിട്ട് മാറി കിട്ടില്ല. അപ്പൊ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വീണ്ടും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവറിന്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അളവ് കപ്പിനാണ് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് പാല് അളന്നെടുക്കുക. അതാ 3 കപ്പ് പാലൊഴിച്ചു കൊടുത്തു. പാലെടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാം. ഇനി പാലൊന്ന് ചൂടാക്കി എടുക്കാം. തിളക്കണ്ട, നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ പാല് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും പകുതി വീതം ആണെന്നുണ്ടെങ്കിൽ അവരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോഫി പൗഡറൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് മധുരം വേണമല്ലോ, അതുകൊണ്ടാണ് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറിന്റെ മിക്സ് ആണ്. നമ്മൾ കലക്കി വെച്ചിട്ട് കോഫി പൗഡർ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റ് ആണ്. കോഫി പൗഡറിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പൊ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. തിളയ്ക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയം മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചത് ഒന്നുകൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കും തോറും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊന്നും തന്നെ ചേർക്കുന്നില്ല. കോഫി പൗഡറിന്റെ ആ ഒരു ഫ്ലേവറാണ് ഉള്ളത്. പെട്ടെന്ന് സിമ്പിളായിട്ട് കണ്ടില്ല, പെട്ടെന്ന് ഇതൊന്ന് കുറുകി സെറ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും. തിളച്ചതിന് ശേഷം 1-2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ അതാ കണ്ടില്ലേ, സൈഡിലൊക്കെ തിളച്ച് വരുന്നുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കട്ട കെട്ടി പോവും. ഇനി 1-2 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഏറ്റവും മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോ ഇതുപോലത്തെ ഒരു ട്രേ ആണ്, ഗ്ലാസിന്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് ഇതിന് പകരമായിട്ട് സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ചൂടാണ്, ഇതിന്റെ ചൂട് നല്ലതുപോലെ മാറി കിട്ടണം. ഇപ്പൊ ഇതിന്റെ ചൂട് നല്ലതുപോലെ ഇതാ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഒന്ന് 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് വിതറിയിട്ട് കൊടുക്കാം. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് ഇതാ എടുത്തിട്ടുണ്ട്. നല്ല ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും കോഫി പൗഡർ വെച്ചിട്ടുള്ള ഈ പുഡിങ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്